നമസ്തേ. മെഡിക്കലും എഞ്ചിനീയറിംഗുമെല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. 2023 പരീക്ഷാ കലണ്ടർ NDA പ്രസിദ്ധപ്പെടുത്തി. JEE മെയിൻ ജനുവരി ഏപ്രിൽ മാസങ്ങളിലും NEET എക്സാം മെയ് 7-നും. JEE മെയിൻ 2023 ആദ്യ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി 12 വരെ. പരീക്ഷ ജനുവരി 24 മുതൽ. NEET 2022 ഓൾ ഇന്ത്യ കോട്ട സ്പേ വേക്കൻസി അലോട്ട്മെൻറ്റ് ഡിസംബർ 23-ന് പ്രസിദ്ധീകരിക്കും. കോളേജ് പ്രവേശനം 24 മുതൽ 28 വരെ. ആയുർവേദം, ഹോമിയോ, ആയുഷ് കൗൺസിലിംഗ് 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് ഡിസംബർ 30-ന്. ചോയ്സ് ഫില്ലിംഗ് 28 വരെ. KEAM 2022 മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ മോപ്പപ്പ് റൗണ്ട് MBBS BDS അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം മാത്രം. ICAR ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ഓൺലൈൻ അലോട്ട്മെൻറ്റ് ഡിസംബർ 26 വരെ. NEET ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് 2-ാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 23 വരെ കോളേജുകളിൽ പ്രവേശനം നേടാം. 2023-24 BTech പ്രവേശനത്തിന് വെല്ലൂർ, അമൃത, SRM ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ എൻട്രൻസ് എക്സാം 2023 ഏപ്രിൽ മാസത്തിൽ. 2023 എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ബ്രില്യൻറ്റിലെ എല്ലാ പ്രോഗ്രാമിലും പഠിക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്കൊപ്പം നിങ്ങൾക്കും പരീക്ഷകൾ എഴുതി തയ്യാറെടുക്കാം. അതിനായി ഞങ്ങൾ ഒരുക്കുന്ന പ്രോഗ്രാമാണ് BTS ബ്രില്യൻ ടെസ്റ്റ് സീരീസ് ഫോർ JEE. പരീക്ഷകൾ ഓൺലൈൻ മോഡലിലായിരിക്കും. 12ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയവർക്കും 12ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നവർക്കും brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. നോൺ ബ്രില്യൻ സ്റ്റുഡൻസിന് ബ്രില്യൻറ്റിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്കൊപ്പം മത്സരിക്കാൻ അവസരമൊരുക്കുന്നു എന്നതാണ് BTSന്റെ പ്രധാന ആകർഷണം. 2023 എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളുടെ ഫലം വരുമ്പോൾ രാജ്യത്തെ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത് നിങ്ങൾക്കായിരിക്കും. അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ പ്രയത്നം ബ്രില്യൻ ടെസ്റ്റ് സീരീസിലൂടെ ലക്ഷ്യം കാണുമെന്ന കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്കും ധൈര്യമായി തന്നെ കടന്നു വരാം. വാർത്തകൾ വിശദമായി. 2023 പ്രധാന പ്രവേശന പരീക്ഷകളുടെ തീയതികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. JEE മെയിൻ ജനുവരി ഏപ്രിൽ മാസങ്ങളിലും NEET മെയ് 7-നും നടക്കും. അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാം ICAR ഏപ്രിൽ 26 മുതൽ. CUET മെയ് 21 മുതലും നടക്കും. JEE മെയിൻ, ICAR, CUET എന്നീ പ്രവേശന പരീക്ഷകൾ ഓൺലൈനായും NEET എൻട്രൻസ് എക്സാം ഓഫ്ലൈൻ മോഡിലുമായിരിക്കും ഈ വർഷവും നടത്തുക. NIT, IIIT പ്രവേശനം ലഭിക്കുന്ന JEE മെയിൻ 2 അവസരങ്ങളാണ് ഈ വർഷവും കുട്ടികൾക്ക് ലഭിക്കുന്നത്. JEE മെയിൻ 2 സെഷനും പ്രത്യേകം ഓൺലൈനായി അപേക്ഷിക്കുകയും അപേക്ഷാ ഫീസും 2 പ്രാവശ്യം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലാകമാനമുള്ള MBBS BDS പ്രവേശനത്തിനുള്ള NEET എക്സാം ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി 15-ന് ശേഷം ആരംഭിക്കും. ICAR, CUET എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരിയിലും NDA ക്ഷണിക്കും. JEE മെയിൻ 2023 ആദ്യ സെഷൻ ജനുവരി 24 മുതൽ 31 വരെയാണ് ഓൺലൈനായി നടക്കുന്നത്. ഈ ആദ്യ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ JEEmain.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനുവരി 12 വരെ അപേക്ഷിക്കാം. NITകളിലെ BTech പ്രവേശനത്തിനും JEE അഡ്വാൻസിന് യോഗ്യത നേടുവാനും വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പേപ്പർ 1 എക്സാം എഴുതുന്നതിനാണ്. NITകളിലെ ആർക്കിടെക്ചർ കോഴ്സിന് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കായി പേപ്പർ 2A-യും B പ്ലാനിംഗ് പ്രവേശനത്തിന് പേപ്പർ 2Bയും വേണമെങ്കിൽ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാം. പേപ്പർ 1 പരീക്ഷ എഴുതുന്ന ആൺകുട്ടികൾക്ക് 1000 രൂപ പരീക്ഷാ ഫീസും പെൺകുട്ടികൾക്ക് 800 രൂപയും പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതായുണ്ട്. സ്കോർ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും പുതിയതായി പരീക്ഷ എഴുതുന്നവർക്കുമായി ഏപ്രിൽ 6 മുതൽ 12 വരെ 2ാമത്തെ സെഷൻ JEE മെയിൻ പരീക്ഷ നടക്കും. അതിന് അപേക്ഷിക്കുവാനുള്ള സമയം ഫെബ്രുവരി 7 മുതൽ മാർച്ച് 7 വരെയാണ്.
ആദ്യ സെഷന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അതേ ആപ്ലിക്കേഷൻ നമ്പറിൽ തന്നെ രണ്ടാമത്തെ സെഷനും അപേക്ഷിക്കേണ്ടതാണ്. യാതൊരു സാഹചര്യത്തിലും ഒരു കുട്ടിക്ക് 2 ഓൺലൈൻ ആപ്ലിക്കേഷൻ അനുവദനീയമല്ലതാനും. കേരളത്തിൽ എല്ലാ ജില്ലകളിലും അതുകൂടാതെ തന്നെ ഇന്ത്യക്ക് പുറത്തും 25ഓളം ഓൺലൈൻ എക്സാം സെൻറ്ററുകളാണ് NTA ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്ത് ആകമാനമുള്ള 31 NITകളിലെ 23,997 BTech സീറ്റുകൾക്കും IIITകളിലെ 6,000 സീറ്റുകൾക്കുമായി JEE Main 2021 ഓൾ ഇന്ത്യ റാങ്ക് ഉപയോഗിക്കും. 2 സെഷനുകളുടെയും പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ ഏറ്റവും ഉയർന്ന പെർസെൻറ്റേജ് സ്കോർ അനുസരിച്ചാണ് റാങ്ക് തീരുമാനിക്കുന്നത്. ജനുവരിയിലെയോ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഒരു എക്സാം മാത്രം എഴുതുന്ന കുട്ടികൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ ആ സ്കോർ മാത്രം മതിയാകും. JEE Main പേപ്പർ 1ന് നിശ്ചിത സ്കോർ ലഭിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട 1,4 ലക്ഷം കുട്ടികളും OBC SC ST വിഭാഗത്തിൽപ്പെട്ട 1,4 ലക്ഷം കുട്ടികളും ഉൾപ്പെടെ JEE Main 2023 യോഗ്യത നേടുന്ന 2.5 ലക്ഷം കുട്ടികൾക്കാണ് JEE അഡ്വാൻസ്ഡിന് അർഹത ഉണ്ടാവുകയുള്ളൂ. യോഗ്യത നേടുന്നവർ JEE അഡ്വാൻസ്ഡിന് പ്രത്യേകം അപേക്ഷിക്കുകയും അപേക്ഷാ ഫീസ് അടയ്ക്കുകയും വേണം. JEE Main ഓൾ ഇന്ത്യ റാങ്ക് ഏപ്രിൽ 20 പ്രസിദ്ധപ്പെടുത്തുകയും JEE അഡ്വാൻസ്ഡ് പ്രവേശന പരീക്ഷ മെയ് 15 ശേഷവും നടക്കും. 2 പ്രവേശന പരീക്ഷകളുടെയും റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആ റാങ്കുകൾ അനുസരിച്ച് IIT, NIT, IIITകളുടെ പ്രവേശനത്തിന് josa.ac.in എന്ന വെബ്സൈറ്റ് വഴി 6 ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾ നടത്തുകയും ചെയ്യും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നീറ്റ്, JEE പോലുള്ള പ്രവേശന പരീക്ഷകൾക്കായി ഇനി അധിക ദിവസങ്ങളില്ല. ഡേറ്റുകൾ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഒരു ടൈം പീരീഡിൽ നിന്നുകൊണ്ട് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കോടുകൂടി വിജയിക്കാൻ പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കുന്നു ക്രാഷ് കോഴ്സ് 2023. തിരുവനന്തപുരം, കൊല്ലം, ചങ്ങനാശ്ശേരി, പാല, കോട്ടയം, തൊടുപുഴ, കോതമംഗലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് സെൻറ്ററുകളിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. എൻട്രൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ വരാൻ പോകുന്ന ബോർഡ് എക്സാമിനും ഉയർന്ന മാർക്കുകൾ കരസ്ഥമാക്കാൻ ക്രാഷ് കോഴ്സ് നിങ്ങളെ സഹായിക്കും. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ക്രാഷ് കോഴ്സിലൂടെ പഠിച്ച് വിജയം നേടി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനം സാധ്യമാക്കിയത് നിരവധി വിദ്യാർത്ഥികളാണ്. അർപ്പണബോധത്തോടെ, ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാകാം. അപ്പോൾ ഉടൻ തന്നെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്ന അന്നു മുതൽ ലേണിംഗ് ആപ്പിലൂടെ പഠനം ആരംഭിക്കുക. ഓൾ ദി ബെസ്റ്റ്. NEET 2022 MBBS BDS ഓൾ ഇന്ത്യ കോട്ട സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് ഡിസംബർ 23 പ്രസിദ്ധീകരിക്കും. ആദ്യ 3 അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വന്ന ഗവൺമെൻറ് MBBS BDS സീറ്റുകളിലേക്കും AIIMS JIPMER കോളേജുകളിലെ MBBS സീറ്റുകൾക്കും 3ാം ഘട്ടത്തിൽ കുട്ടികൾ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിച്ച ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് 23 പ്രസിദ്ധീകരിക്കും. വിവിധ സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും പ്രവേശനം നേടിയവരെ ഒഴിവാക്കിയായിരിക്കും ഈ പ്രവേശനവും നടത്തുക. 3ാം ഘട്ടത്തിൽ 597 മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് MBBSന് പ്രവേശനം ലഭിച്ചിരുന്നു. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഡിസംബർ 24 മുതൽ 28 വരെ കോളേജുകളിൽ നേരിട്ടെത്തി പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്യണം. ഇനിയും ഈ മേഖലയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ MCC വെബ്സൈറ്റ് വഴി തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റും ഓൺലൈനായി തന്നെ നടത്തും. പ്രത്യേക രജിസ്ട്രേഷൻ ഫീസ് ഇതിനായി ഉണ്ടായിരിക്കും. സ്വകാര്യ മേഖലയിൽ പ്രവേശനം നേടിയവരെ ഒഴിവാക്കി ഗവൺമെൻറ് മേഖലയിൽ 3ഉം 4ഉം ഘട്ടങ്ങൾ അലോട്ട്മെൻറ്റ് നടത്തിയത് വൻ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. കേരള മെഡിക്കൽ MBBS BDS കോഴ്സുകളിലോട്ടുള്ള മോപ്പപ്പ് റൗണ്ട് അവസാനിച്ചു. കോളേജുകളിൽ നേരിട്ട് ചെന്ന് പ്രവേശനം നേടുവാൻ ഡിസംബർ 20 വരെയാണ് സമയം അനുവദിച്ചിരുന്നത്. ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്ന നോട്ടിഫിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ MBBSനും BDSനും പ്രവേശനം നേടിയവരെ ഒഴിവാക്കിയാണ് ഈ അലോട്ട്മെൻറ്റ് നടത്തിയിരുന്നത്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി 3 റൗണ്ടുകളിൽ കോളേജ് പ്രവേശനം പൂർത്തിയാക്കിയവരെയും കേരള സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് വഴി 2 റൗണ്ടുകളിൽ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും കോളേജുകളിൽ MBBSനോ BDSനോ
പ്രവേശനം നേടിയവരെയും ഒഴിവാക്കിയാണ് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് നടത്തിയത്. ഇതോടെ 7400ഓളം കുട്ടികൾക്ക് അലോട്ട്മെൻറ്റിനുള്ള അർഹത നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ കുട്ടികളും രക്ഷിതാക്കളും കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനും ഡിവിഷൻ ബെഞ്ചിനെയും സമീപിച്ചുവെങ്കിലും അനുകൂല വിധി നേടിയെടുക്കുവാൻ സാധിച്ചില്ല. അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇത് അംഗീകരിക്കാതിരുന്നത്. എന്നാൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും അതിനെപ്പറ്റി കേരള എൻട്രൻസ് കമ്മീഷനുടെ ഓഫീസിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡിസംബർ 12 വരെയും ഈ ഓഫീസിൽ നിന്നും ഇങ്ങനെ ഒരു രീതി കേരളത്തിൽ ഇല്ല എന്ന് കുട്ടികളെ അറിയിച്ചിരുന്നുവെങ്കിലും ഡിസംബർ 13 കേരള ഹൈക്കോടതിയിൽ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ തങ്ങൾ നേരത്തെ ലഭിച്ചുവോ ഇല്ലയോ എന്ന് കേരള എൻട്രൻസ് കമ്മീഷണർ ഓഫീസ് കോടതിയിൽ നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഫലമായി സിംഗിൾ ബെഞ്ച് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുവാൻ നിർദ്ദേശിക്കുകയും അലോട്ട്മെൻറ്റ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ഓഫീസാണ് ഇതിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്നും ഈ വർഷത്തേക്ക് മാത്രം ഒരു അനുകൂല വിധി സമ്പാദിക്കുവാനും ശ്രമിക്കേണ്ടിയിരുന്നു. എന്നു മാത്രമല്ല, കുട്ടികളോടും രക്ഷിതാക്കളോടും കോടതിയെ സമീപിക്കുവാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും മെറിറ്റ് അട്ടിമറിക്കപ്പെടുവാനുണ്ടായ ഈ സാഹചര്യത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒപ്പം നിൽക്കുന്നതിൽ നിന്നും കേരള എൻട്രൻസ് കമ്മീഷണർ ഓഫീസ് വേണ്ട ജാഗ്രത കാണിച്ചില്ല എന്ന് ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ്. ഇനിയും കോളേജുകളിൽ MBBSനോ BDSനോ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഓൺലൈൻ സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി അവ നികത്തും. ആയുർവേദം, ഹോമിയോ, ആയുഷ് കൗൺസിലിംഗ് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ചോയ്സ് ഫില്ലിംഗ് ഡിസംബർ 28 വരെ. നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് AACCC.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇന്ത്യയിലാകമാനമുള്ള ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി കോഴ്സുകളുടെ 15% ഗവൺമെൻറ് സീറ്റുകൾക്കായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യ 2 റൗണ്ടുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും പുതിയതായി രജിസ്റ്റർ ചെയ്യുന്നതിനും ആദ്യം തന്നെ രജിസ്ട്രേഷൻ നടത്തിയവർക്ക് പുതിയ ഓപ്ഷനുകൾ കൊടുക്കുന്നതിനും ഇപ്പോൾ അവസരമുണ്ട്. ആദ്യ 2 റൗണ്ടുകളിൽ കോളേജുകളിൽ പ്രവേശനം നേടിയവരെ ഒഴിവാക്കിയിട്ടുമുണ്ട്. 30 പ്രഖ്യാപിക്കുന്ന അലോട്ട്മെൻറ്റ് റിസൾട്ട് അനുസരിച്ച് കോളേജ് പ്രവേശനം ലഭിച്ചാൽ 31 മുതൽ ജനുവരി 6 വരെയുള്ള ദിവസങ്ങളിൽ കോളേജുകളിൽ നേരിട്ട് ചെന്ന് പ്രവേശനം ഉറപ്പാക്കിയിരിക്കണം. ഇനി ഫ്രീ എക്സിറ്റ് സൗകര്യം ഉണ്ടായിരിക്കുകയില്ല. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, മെഡിക്കൽ, അലൈഡ് കോഴ്സുകളുടെ മോപ്പപ്പ് റൗണ്ട് MBBS BDS അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം നടത്തും. നിലവിൽ ഈ വിഭാഗത്തിൽ 2 റൗണ്ടുകളാണ് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തിയിരിക്കുന്നത്. ICAR ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ആദ്യ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡിസംബർ 19 പ്രസിദ്ധീകരിച്ചു. ICRexam.net എന്ന വെബ്സൈറ്റ് വഴി പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും 21 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. ICAR സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയവർക്ക് ഡിസംബർ 26 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് 10,000 രൂപ അടച്ച് പ്രവേശനം ഉറപ്പാക്കണം. കോളേജുകളിൽ നേരിട്ട് ചെന്ന് പ്രവേശനം നേടേണ്ടതായില്ല. ആദ്യ അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജ് തൃപ്തിയായില്ല എങ്കിൽ ഹയർ ഓപ്ഷൻ പരിഗണിക്കണമെങ്കിൽ ഫീസ് അടച്ചതിന് ശേഷം അപ്ഗ്രഡേഷൻ സമർപ്പിക്കുകയും ചെയ്യണം. ഈ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിലും പ്രവേശനം ലഭിച്ചില്ല എങ്കിൽ ഡിസംബർ 30 നടക്കുന്ന അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. അതിനായി അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ പ്രവേശിക്കേണ്ടതായിട്ടില്ല. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പ്രവേശനത്തിനായി NTA പ്രത്യേക പ്രവേശന പരീക്ഷ ഓൺലൈനായി 2022 ആഗസ്റ്റ് മാസം നടത്തിയിരുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ധാരാളം പരീക്ഷകൾ എഴുതി തറവായിട്ട് പഠിച്ച് അടുത്ത വർഷത്തെ നീറ്റ് എൻട്രൻസ് പരീക്ഷയിൽ നിങ്ങൾക്കും ഉയർന്ന റാങ്കോടുകൂടി വിജയിക്കാം. ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസിലൂടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസാണ് BTS എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
നോൺ ബ്രില്യൻ സ്റ്റുഡൻസിന് ബ്രില്യൻറ്റിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്കൊപ്പം മത്സരിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓഫ്ലൈൻ ടെസ്റ്റുകൾ എഴുതി നീറ്റ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. അതിനായി brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇതിനെല്ലാം പുറമെ BTSൽ ജോയിൻ ചെയ്യുന്ന നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ കാത്ത് ആകർഷകമായ സ്കോളർഷിപ്പുകളുമുണ്ട്. BTSൽ എൻറോൾ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ബ്രില്യൻറ്റ് ലേണിംഗ് ആപ്പ് ലഭ്യമാകും. ഇതിലൂടെ ഓഡിയോ ബുക്ക്, ഓൺലൈൻ ക്ലാസുകൾ, ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി, മുൻവർഷത്തെ ചോദ്യപേപ്പറുകൾ, മൾട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് തുടങ്ങിയ നിരവധി ഫെസിലിറ്റീസാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. മുൻ വർഷങ്ങളിലായി BTSൽ ജോയിൻ ചെയ്ത് നീറ്റ് എന്ന ആ വലിയ ലക്ഷ്യം നേടിയെടുത്തവരുടെ പിൻഗാമികളാകാൻ നിങ്ങൾക്കും സാധിക്കും. ഡോക്ടറാവുക എന്ന ആ വലിയ സ്വപ്നത്തെ കൈപ്പിടിയിലൊതുക്കാൻ BTSൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഡിസംബർ 17 പ്രസിദ്ധീകരിച്ചു. ഈ ഘട്ടത്തിൽ പ്രവേശനം ലഭിച്ചവർ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഡിസംബർ 23 വരെ കോളേജുകളിൽ നേരിട്ട് ചെന്ന് പ്രവേശനം നേടണം. അടുത്ത ഘട്ടം ഡിസംബർ 30 പ്രസിദ്ധീകരിക്കും. അലോട്ട്മെൻറ്റുകൾക്ക് ശേഷവും വേക്കൻസി സീറ്റുകൾ ഉണ്ടെങ്കിൽ 2023 ജനുവരി 10 ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിന് നേരിട്ട് കുട്ടികൾ ഹാജരാകുകയും വേണം. നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ജിപ്മർ പോണ്ടിച്ചേരിയിലെയും കാരക്കിലെയും BSc നഴ്സിംഗ് ഉൾപ്പെടെ 11 കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കും. വിശദമായ വിജ്ഞാപനം jipmer.edu.in എന്ന വെബ്സൈറ്റിൽ അടുത്ത മാസം പ്രസിദ്ധീകരിക്കും. 2023-24 ബിടെക് പ്രവേശനത്തിന് ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളായ വെല്ലൂർ, അമൃത, SRM, മണിപ്പാൽ എന്നിവയുടെ പ്രത്യേക പ്രവേശന പരീക്ഷയ്ക്ക് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ എൻട്രൻസ് എക്സാം 2023 ഏപ്രിൽ മാസത്തിൽ. കേരളത്തിലും ഓൺലൈൻ എക്സാം സെൻറ്ററുകൾ അനുവദിച്ചിട്ടുണ്ട്. +2 കഴിഞ്ഞവർക്ക് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. 2023 ജനുവരി 5 അവസാന തീയതി. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ആദ്യഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം. വെബ്സൈറ്റ് ssc.nic.in. +2 കഴിഞ്ഞവർക്ക് ആർമഡ് ടെക്നിക്കൽ എൻട്രി സ്കീമിൽ ഡിസംബർ മാസം 30 വരെ അപേക്ഷിക്കാം. join indianarmy.nic.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 90 സീറ്റുകളാണ് ഒഴിവുകൾ ഉള്ളത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ SSB ഇൻ്റർവ്യൂവിനായി ക്ഷണിക്കും. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഇൻ്റർവ്യൂ നടക്കുക. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.